ചേട്ടാ ഷൈൻ ടോം ചാക്കോ ചേട്ടനാണെങ്കിൽ ഫോൺ ഇറങ്ങിട്ടാണല്ലോ വൈറലായത്. അപ്പൊ ചേട്ടൻ ഇന്റർവ്യൂസിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും എടുത്ത് എറിയാൻ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഫോൺ ഇറങ്ങിട്ടാണോ ഷൈൻ വൈറലായത്? അല്ല, അങ്ങനെയല്ല കൂടുതൽ എല്ലാവരും കണ്ടതാ ഇന്റർവ്യൂ. ഇത്രയും ബുദ്ധിമാന്മാരുടെ ഇരിക്കുന്നതിനിടെ കുറച്ചുകൂടെ പിന്നെ ആരോ പറഞ്ഞു പറ്റിച്ചതാ ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ വേണ്ടി. അവനായിരിക്കും ചോദ്യം ചോദിക്കാൻ ഇത് കട്ടിയത് കളഞ്ഞേക്ക് അല്ലെ നിനക്ക് ഭയങ്കര ചില സിനിമകള് സ്മോൾ സ്ക്രീനിൽ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ഹ്യൂമർ, ഇപ്പം ഇതിനന്ന് ഓടാത്ത സിനിമയെന്ന് അച്ഛൻ പലരും പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചില സിനിമകൾ മിനി സ്ക്രീനിൽ വരും, അല്ലെങ്കിൽ ടി വിയിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും, ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പം ആട് ഫോർ എക്സാമ്പിൾ. അപ്പൊ അത് അന്ന് ചിലപ്പോ ആ ഒരു സിനിമ തിയേറ്ററിൽ കണ്ടപ്പോ ആൾക്കാർക്കൊരു ഫസ്റ്റ് സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടല്ലോ, ഫസ്റ്റ് വരുന്ന ആൾക്കാര് അവരുടെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ പലപ്പോഴും ഫസ്റ്റ് 3 days വരുന്ന ഒരു ഓഡിയൻസിന്റെ റെസ്പോൺസ് കേട്ടിട്ടാണ് നമ്മൾ ഈ പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 4-ാം ദിവസം കൊണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും, പടം വീണ് പോയിട്ടുണ്ടാവും. പിന്നെ ഉള്ളവരാവും. പിന്നെ ഇത് ടി വിയിലൊക്കെ വന്നിട്ട് ഇത് കാണാത്ത കുറെ ആൾക്കാർ വരും. ഇത് പറഞ്ഞ പോലെ ഒന്നുമല്ലോ, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ പിന്നെ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് മിനി സ്ക്രീൻ അല്ലെങ്കിൽ സ്മോൾ ഫോൺ അല്ലെങ്കിൽ ഇതുപോലെ സാധനത്തിനകത്ത് വരുന്ന സമയത്ത് വേർഡ് ഓഫ് മൗത്തിലാണ് ഇതൊക്കെ വീണ്ടും പിക്കായി വരുന്നത്. ഇത് ഓടേണ്ട സിനിമയായിരുന്നല്ലോ, ഇത് നല്ല രസമുണ്ടല്ലോ, ഇത് ചിരിക്കാനുണ്ടല്ലോ. അപ്പൊ ഈ വരുന്ന 3 days വരുന്ന ഓഡിയൻസ് ഭയങ്കര ക്രൂഷ്യലാണ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ അത്തരം ഓഡിയൻസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓഡിയൻസ് പറയുന്ന അല്ലെങ്കിൽ അന്ന് അവരുണ്ടാക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. അത് ഏറ്റവും ചെറുപ്പക്കാരായിരിക്കും. ഇന്നിപ്പോ ഡെഫിനറ്റ്ലി ചെറുപ്പക്കാരാണ്. അപ്പൊ ഇന്നത്തെ യങ് ഓഡിയൻസിന്റെ ഒരു അതാണ് കാരി ഫോർവേഡ് ചെയ്യുന്നത്, മുന്നോട്ടുള്ള ഈ പടം നിൽക്കണോ വേണ്ടയോ എന്നുള്ളത്. അത് കണ്ടിട്ടാണ് ഫാമിലി വരുന്നത് അല്ലെ. അപ്പൊ ചെറുപ്പക്കാരെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം അത് കേട്ടിട്ട് പിന്നെ കുടുംബ പ്രേക്ഷകരും അവരൊക്കെ വരുന്നതിന് ശേഷമാണ്. അപ്പൊ വേർഡ് ഓഫ് മൗത്ത് ആണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ. ബിഗ് ബി എനിക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഞാൻ കൈയടിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെയാണ് അതിന്റെ കൂടെ ഓപ്പോസിറ്റ് വന്നത് ചോട്ടാ മുംബൈ. അപ്പം അതിനോടൊപ്പം ഓപ്പോസിഷൻ വന്നത് ബ്ലോക്ക് ബസ്റ്റർ ആവുകയും അപ്പൊ അതിന്റെ അത്ര വന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. അതല്ലാതെ ബിഗ് ബി അന്ന് ആവറേജ് ഹിറ്റ് ഒന്നല്ല, അത് വലിയ ഹിറ്റ് തന്നെയായിരുന്നു ബിഗ് ബി ആ സമയത്ത്. ഒരു ചോദ്യം കഴിഞ്ഞ പല ഇന്റർവ്യൂകളിലൊക്കെ ചില സമയത്ത് ഞാൻ കൊള്ളില്ലാത്ത പടമാണെങ്കിൽ ചില ഹിന്റ് തരും. അപ്പൊ പാർട്ട്നേഴ്സിനെ പറ്റി അങ്ങനെ വല്ല ഹിന്ദു ഒന്നുമില്ലല്ലോ അത് എന്റെ ഇന്റർവ്യൂ ഫാൻസിന് മനസ്സിലാവും. ഇതപ്പോ ഒക്കെ ആയിരിക്കും. അല്ല അങ്ങനല്ല, അങ്ങനെയാണെന്ന്